ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഊട്ടി മല്ലൂസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എബിക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ടു സ്കൂളാണ്. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ പ്രീ കെ ജിന്ന് എൽ കെ ജിയിലേക്ക് പോവാണ്. 8:30 ആകുമ്പോഴാണ് അവൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്. 8:20 ആകുമ്പോൾ ക്ലാസ്സിലിരിക്കണമെന്ന് പറഞ്ഞു. ഈ വർഷമാണെങ്കിൽ സ്കൂളിൻ്റെ ടൈമിംഗ് എല്ലാം മാറ്റി. നേരത്തെ എൽ കെ ജിക്കാർക്ക് 1 o'clock വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ 3:30 വരെ ആക്കി. എൽ കെ ജിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും 3:30 വരെ ആക്കി. 3:30 വരെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് അവന് ലഞ്ചും സ്നാക്സും എല്ലാം കൊടുത്തു വിടുകയാണ്. എബിക്കുട്ടനാണെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പപ്പ അതെല്ലാം കവർ ചെയ്ത് വെച്ചു. നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. രാവിലെ എണീറ്റിട്ട് തന്നെ ഇച്ചായ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു. ഞാൻ അതിൽ നെയിം സ്ലിപ്പിലെല്ലാം പേരെല്ലാം എഴുതി വെക്കുകയാണ്. എബിക്കുട്ടനാണെങ്കിൽ 2 ടിഫിനാണ് കൊടുത്തു വിടുന്നത്. അവന് 2 ബ്രേക്ക് ഉണ്ട്. ഒന്ന് 10:45-നും പിന്നെ 12:45-നാണ് ബ്രേക്ക് ഉള്ളത്. 10:45-ന് കഴിക്കാൻ വേണ്ടി സ്നാക്സ് എല്ലാം ഞങ്ങളൊരു ടിഫിനിലേക്ക് ആക്കി. പിന്നെ 12:45-ന് വേണ്ടി കഴിക്കാൻ വേണ്ടി അടുത്ത ടിഫിൻ റെഡിയാക്കി. അപ്പോൾ ഇന്ന് ഞാൻ പൂരിയും അവന് ജാമും ആണ് കൊടുത്തു വിടുന്നത്. ഇന്ന് എബിക്കുട്ടന് ഫുൾ ഡേ ആണോ ഹാഫ് ഡേ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് ഫുൾ ഡേ ആണെന്നാണ്. എന്തായാലും ക്ലാസ്സിൽ അവനെ കൊണ്ടുവിടുമ്പം അവൻ്റെ മാമിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു എത്ര മണി വരെ ക്ലാസ് ഉണ്ടെന്ന്. എബിക്കുട്ടനാണെങ്കിൽ LKG C സെക്ഷനിലാണ്. അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സെയ്ഡൻ, അവൻ LKG Aയിലാണ്. രണ്ടുപേരും 2 ക്ലാസ്സിലാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ എങ്ങനെ ക്ലാസ്സിൽ മാനേജ് ചെയ്യും, ആരെയും അറിയില്ല, കരയുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. ഞങ്ങളുടെ ഇന്നത്തെ താരം ഇന്നിറ്റു അല്ലേ? രാവിലെ തന്നെ റൂബീസ് ക്യൂബ് കൊണ്ട് ഇന്ന് ഞാൻ പഠിച്ച് എല്ലാം റെഡിയാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ എണീറ്റ് വന്നിരിക്കുന്നു. ആണോ അനബി? യെസ് എന്ന് പറയും ഇങ്ങനെ. എണ്ണീച്ച വർഷം തന്നെ ഞാനാണെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഞങ്ങൾ ടിഫിൻ പാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ അവന് ടിഫിനിൽ കഴിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഒരു ടിഫിനിലാണ് ഞങ്ങളൊരു മുട്ടയും പിന്നെ നാട്ടിൽ നിന്നാണെങ്കിൽ ലഡ്ഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ലഡ്ഡും കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുട്ടയും ലഡ്ഡും കൂടി അവൻ രാവിലെ കഴിക്കുന്നത്. ഇപ്പം അങ്ങനെ മുട്ടയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇച്ചാൻ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഈ ഡ്രസ്സാണ് ഞങ്ങളന്ന് ഊട്ടിയിൽ നിന്ന് മേടിച്ചത്. യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല. യൂണിഫോം കിട്ടുന്ന വരെ ഇനി കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. എബിക്കുട്ടൻ റെഡിയായി. ഇനി ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങളും എല്ലാവരും കൂടി റെഡി ആവണം. പപ്പായും മമ്മിയാണെങ്കിൽ എബിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവരാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവർ എബിക്കുട്ടൻ്റെ സ്കൂൾ 3:30 വിടുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നില്ല. 3:30 കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ അവിടെ അവർ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ലേറ്റ് നൈറ്റ് ആകും. അതുകൊണ്ട് അവർ രാവിലെ തന്നെ എബിക്കുട്ടനെ വിട്ട് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളും എല്ലാവരും റെഡിയായി. ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇനിയും സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയെല്ലാം ബ്ലോക്കായിരുന്നു. പിന്നെ ഇച്ചായും പോയി പാർക്ക് ചെയ്തിട്ട് വന്നു. ആണ് എബിക്കുട്ടൻ്റെ സ്കൂള്. എല്ലാ കുട്ടികളും ആണെങ്കിൽ യൂണിഫോം ഒക്കെ ഇട്ട് ബാഗും തൂക്കിയിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ എബിമോന് യൂണിഫോമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇവൻ സ്കൂളിലേക്ക് വരും യൂണിഫോമൊക്കെ ഇട്ടിട്ട്. ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ്റെ ന്യൂ ക്ലാസ്സൊക്കെ കണ്ടപ്പം. എനിക്കായിരുന്നു ഭയങ്കര സങ്കടം. അവൻ 3:30 വരെ അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്കായിരുന്നു ഭയങ്കര സങ്കടം. എല്ലാ കുട്ടികളും ഭയങ്കര കരച്ചിലായിരുന്നു. കരയാത്തത് ആകെ എബിമോ മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും എബിക്കുട്ടനാണെങ്കിൽ അവൻ്റെ ന്യൂ ക്ലാസ്സിൽ സെറ്റായി. ഇനിയിപ്പോൾ ഞങ്ങളും പോവുകയാണ്. ഇനി 3:30 ആയി കഴിഞ്ഞിട്ട് ഇനി അവനെ വന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. 3 മണിയായി. അപ്പം ഞങ്ങൾ മോനെ വിളിക്കാൻ സ്കൂളിലേക്ക് പോകാം. നമുക്ക് അവൻ്റെ 3:30 വിടും. പോയിട്ട് അവന്റെ റിയാക്ഷൻ ആദ്യമായിട്ട് കുറെ നേരം ഇന്നാണ് ഇരിക്കുന്നത്. പോയിട്ട് നോക്കാം എന്താണ് അവന്റെ റിയാക്ഷൻ, നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അങ്ങനെ പപ്പായും മമ്മിയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് തന്നെ അങ്ങ് നാട്ടിലേക്ക് പോയി.
how was your first day? Yes, yes. Is it good? Yeah, Did you like it? I like it. Did you make any new friends? Yeah. ആരാണ്? I cried that. Who? You were crying? Yeah. No, ma'am told you were not crying. No, ma'am here. Daddy, ma'am going to one ma'am. Okay, did you finish your lunch? Did you eat your snacks? Yeah. Huh? I eat food is full. Oh, full. You ate your lunch full. Full canteen, full food തിന്നു. Ah, very good. ഇങ്ങനെ തിന്നു. എന്തായാലും എബിക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ടു സ്കൂള് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവൻ എൻജോയ് ചെയ്തു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.